യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: അനുദിനം യേശുവിനെ അനുഗമിക്കുക. ധ്യാനത്തിനായുള്ള തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. നാം യഥാർത്ഥമായി അനുദിനം ക്രിസ്തുവിനെയാണോ അതോ ഈ ലോകത്തെയാണോ അനുഗമിക്കുന്നത് എന്ന് ശോധന ചെയ്യേണ്ടുന്ന ദിനങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ. അനുദിനം കർത്താവായ യേശുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. കർത്താവായ യേശുവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ നല്ലിടയനായ യേശുവിനെ അനുദിനം അനുഗമിക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശു ശീമോനെയും അന്ത്രയോസിനെയും തന്നെ അനുഗമിക്കുവാൻ ക്ഷണിച്ച സന്ദർഭമാണ് ഇന്നത്തെ ധ്യാനത്തിനായുള്ള വചനം. ക്രിസ്തുവിൻ്റെ ക്ഷണം സ്വീകരിച്ച ഉടൻ തന്നെ അവർ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. കർത്താവായ യേശു ഇന്ന് നമ്മെ ഓരോരുത്തരെയും തന്നെ അനുഗമിക്കുവാൻ ഇതുപോലെ ക്ഷണിക്കുന്നു. അനേക ആത്മാക്കളെ ക്രിസ്തുവിനായി ആദായപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ അനുദിനം യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്കാണ് സാധിക്കുന്നത്. അതിനായി നാം കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കുക എന്നതാണ്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു തൻ്റെ ക്രൂശ് എടുത്തു എന്നെ അനുഗമിക്കട്ടെ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ സ്വയത്തെ വെടിഞ്ഞ് തന്നെത്താൻ ത്യജിച്ചു സ്വന്തം ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നതാണ് ദൈവ ഇഷ്ടം. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഈ ലോക വഴികളും ഇഷ്ടങ്ങളും വെടിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ അനുഗമിക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സ്വയത്തെ ത്യജിച്ച് ക്രൂശ് എടുത്തും കൊണ്ട് അനുഗമിക്കുവാൻ ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നു എന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി നാം കണ്ടു, അവർ ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി അനേകം ആത്മാക്കളെ കർത്താവിനായി നേടുന്ന ജീവിതം നയിക്കുന്നു. രണ്ടാമതായി നാം കാണുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ് വെളിച്ചമുള്ള വിശുദ്ധിയുള്ള ജീവിതം. അവർ ഇരുളിൻ്റെയും പാപത്തിൻ്റെയും വഴികളിൽ നടക്കാതെ വിശുദ്ധിയുടെ വഴിയിൽ ഓരോ ദിനവും നടക്കുന്നു. മൂന്നാമതായി നാം കാണുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിൽ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നു പിടിച്ചു പറിക്കുകയും ഇല്ല. നല്ലിടയനായ യേശുവിനെ അനുഗമിക്കുന്ന ജീവിതം നിത്യജീവനിലേക്ക് നയിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ ഒരു നാളും നശിച്ചു പോകാതെ നിത്യജീവന് ഓഹരിക്കാരായി തീരുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ അനുദിനം യേശുവിൻ്റെ ശബ്ദം കേട്ട് തന്നെ അനുഗമിക്കുവാൻ
നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനുദിനം കർത്താവെ, അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നല്ലിടയനായ അങ്ങയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്വയത്തെ ത്യജിച്ച് ക്രൂശിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ജീവൻ്റെ വെളിച്ചമുള്ളവരായി നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.